ഏട്ടാ ഇറങ്ങാ. ഇതെന്ത് കോലടി? അല്ല, ഈ ഡ്രസ് നിനക്ക് ആരെടുത്തന്ന്? കഴിഞ്ഞ ആഴ്ച അനിയൻ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നതാ. അപ്പഴേ തോന്നിയടി നിന്റെ അനിയനല്ല ആള് വല്ല റോഡ് സൈഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും. അല്ല, നീ ഇതിട്ടാണ് എൻ്റെ കൂടെ ഇരുന്ന്? റോഡ് സൈഡിൽ നിന്നൊന്നുമല്ല ഏട്ടാ, അല്ലെങ്കിലും ഇതിന് വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ലാന്ന് നീയാടി തീരുമാനിക്കുക. അല്ലെങ്കിൽ നിനക്കൊക്കെ എന്ത് ഡ്രസ്സിങ് സെൻസ് ആടി? ഗതിയില്ലാത്ത വീട്ടിലുള്ള ഒരു ഡ്രസ്സിങ് സെൻസിനോട് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ? ഒന്നു മോളെ, നീയും നിന്റെ വീട്ടുകാരും ഒന്നുമില്ലാത്തവരാണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനെ അറിയാം. അത് നാട്ടുകാരെ കൂടെ അറിയിക്കണ. ഇനി നമ്മുടെ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സും ഭാര്യമാരും ഇട്ടിട്ട് വന്ന ഡ്രസ്സ് കണ്ട, അതൊക്കെയാടി. ഈ കോലത്തിൽ നീ എൻ്റെ കൂടെ വന്നാ അത് എനിക്കാ നാണക്കേട്. ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് മേടിച്ചു തന്നിട്ടില്ലേ, അത് പോയിട്ടാ. അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ട് എനിക്ക് ശീലമില്ല ഏട്ടാ. പട്ടിക്കാട്ടിൽ ജനിച്ചാ പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ. എടി, കല്യാണത്തിന് മുൻപ് നീ എങ്ങനെ നടന്നു എനിക്കറിയണ്ട. പക്ഷെ നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി. പോയാ ഡ്രസ് ഇട്ട് പാടി. ഒന്ന് അനങ്ങി നടക്കടി അവിടുന്ന്. സമയം എത്രയാവണ്ടാ? അപ്പോഴേ പറഞ്ഞത് ഇതുപോലെ തലവലാതെ ഫാമിലി നിന്ന് പെണ്ണെടുക്കണത്. അപ്പൊ അമ്മയ്ക്കായിരുന്നല്ലോ നിർബന്ധം. നല്ല കുട്ടിയാണ്, ആനയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനും ചുമന്ന് നടക്കേണ്ട ഗതികേടായല്ലോ ദൈവമേ. നാണക്കേട്. ചേച്ചി, ഞാൻ ബസ് മാറി കയറി തോന്നുന്നു. അന്ന് ഇറങ്ങിയ സ്റ്റോപ്പിലല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ മോനെ, ഞാൻ പറയാൻ വിട്ടുപോയിടാ. എല്ലാ ബസ്സൊന്നും ഇങ്ങോട്ട് വരില്ല. അല്ല, നീ കല്ലേപ്പുള്ളിൽ ഇറങ്ങിയത്? ചേച്ചി, ഇത് കല്ലേപ്പുള്ളിയാണ് തോന്നുന്നു. ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? അവിടുന്ന് വലത്തോട്ട് റോഡ് കാണുന്നില്ലേ, അവിടുന്ന് 2 കിലോമീറ്ററോളം ഉണ്ട്. ഇനി 2 കിലോമീറ്റർ ഉണ്ടാ? ചേച്ചി, ഇവിടുന്ന് ഓട്ടോ ഒന്നും കിട്ടൂല? അവിടുന്ന് ഓട്ടോറിക്ഷ. നിനക്ക് ഒരു മിനിറ്റ്. ഏട്ടാ ഏട്ടാ, ഏട്ടാ എന്താടി? ഏട്ടാ, അനിയൻ വരുന്നുണ്ട്. അവനിപ്പോ ഇങ്ങോട്ടുള്ള ബസ് കിട്ടാണ്ട് അവിടെ കല്ലേപ്പുള്ളി നിക്കുക. അവിടെയാണെങ്കിൽ ഓട്ടോയും കിട്ടില്ലല്ലോ. ഏട്ടനൊന്ന് വിളിക്കാൻ പോവോ? അല്ലല്ല, എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുകയാണേ. നിന്റെ വീട്ടുകാർക്ക് നാണോ മാനൊന്നുമില്ല? കല്യാണം കഴിഞ്ഞിട്ട് ആ കൂടി 2 മാസമല്ലായിട്ടുള്ളൂ. അതിനിടയ്ക്ക് ബർത്ത്ഡേ ആണ്, കാണാൻ തോന്നുന്നു പറഞ്ഞിട്ട് നിന്റെ അനിയ ഒരു പ്രാവശ്യം എഴുന്നേണ്ടതല്ലേ. പിന്നെന്തിനാ ഇപ്പൊ വീണ്ടും? അല്ലെങ്കിൽ ഒരു പണിയും തൊഴിലില്ലാത്തവനെ ഞാൻ ഈ കാർ എടുത്ത് കൂട്ടാൻ പോണ? അല്ല ഏട്ടാ, അവനിവിടുത്തെ വഴിയൊന്നും അറിയില്ലല്ലോ. വഴി അറിയില്ലെങ്കിൽ അവനോട് തിരിച്ചു പോകാൻ പറയടി. അല്ലെങ്കിൽ അവനെന്തിനാ ഇപ്പൊ വരുന്നേ? പൊന്നു മോളെ, മരുമോന്റെ പൈസ കണ്ടിട്ടേ നിന്റെ തള്ള മേടിക്കാൻ പറഞ്ഞേക്കാണ്. അല്ലാണ്ട് പൈസക്ക് അല്ലാണ്ട് അവനൊക്കെ എന്തിനാണ്? എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ എടുത്തു കൊടുത്തു ഞാൻ അറിഞ്ഞാ? മോനെ, എങ്ങനെയാടാ വന്നത്? അവിടെ വല്ല ഓട്ടോറിക്ഷ കിട്ടിയോ? ഇല്ല ചേച്ചി, 2 കിലോമീറ്ററല്ലേ ഉള്ളൂ. അത് ഞാൻ നടന്നു വന്നു. നീ വീട്ടിലേക്ക് വാ. ഇല്ല ചേച്ചി, എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അമ്മയാണെങ്കിൽ നിനക്ക് അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിനക്ക് കൊണ്ടുതരണം പറഞ്ഞിട്ട് എനിക്കിപ്പോ ഒരു സമാധാനം തരുന്നില്ല. എന്തായാലും ഇപ്പൊ ഇതേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും.
നീ കുറച്ചുകൂടി സംസാരിക്കടേ, കെട്ടിയാണെന്ന് നാടില്ലാലോ. ഓഫീസിലെത്തി സംസാരിക്കാന്ന് കഴിയില്ല. രാകേഷൊക്കെ കഴകം കണ്ണോടിയാ നോക്കുക. അതെനിക്ക് വിഷയമൊന്നുമല്ല. ശരി, വിളിക്കണേ. ആ ശരി. ഏട്ടാ, എന്താ? വരുന്ന 3-ാം തീയതി അച്ഛമ്മന്റെ ഓർമ്മ ദിവസാ. എന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങോട്ടൊന്ന് പോണമെന്നുണ്ട്. ഞായറാഴ്ച ഏട്ടാ വരുന്നത്. ഏട്ടനന്ന് ലീവല്ലേ, നമുക്ക് പോയിട്ട് വൈകിട്ട് തന്നെ തിരിച്ചെത്താം. എടി, നിന്റെ പട്ടിക്കൂട് പോലുള്ള വീട്ടിലേക്ക് ഞാൻ വരണമെന്നാ? ആ നിന്റെ ചത്തുപോയ എടി, നിനക്ക് എന്നോട് ചോദിക്കുക എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ആ വീട്ടിലേക്ക് തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരും പെണ്ണ് കാണാൻ വന്നത്? എന്നിട്ട് പിന്നെ ഏത് നേരം എന്നെ എന്റെ വീട്ടുകാരെയോ എന്തിനാ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? എടി, എന്റെ സ്റ്റാറ്റസിനുള്ള പെണ്ണിനെ എനിക്ക് കിട്ടായിട്ടല്ല. എന്നെക്കാട്ടിൽ റിച്ച് ആയിട്ടുള്ള ഒരുപാട് എണ്ണത്തിനെ പ്രേമിച്ച് കിടന്ന ആളാ ഞാൻ. പിന്നെ അവരെയൊക്കെ കിട്ടിയാണ്ടല്ലോ. നീ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ലേ? അതിന് അവര് നിന്നേയില്ല. അതുകൊണ്ട് മാത്രം നിന്നെ സെലക്ട് ചെയ്ത്. ചുരുക്കി പറഞ്ഞ ഈ വീട്ടിലൊരു വേലക്കാരിയില്ലേ? അത് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ വേഗം അടുക്കളയിലേക്ക് കേട്ടോ. ഇനിയും മേലാ നിന്റെ വീട്ടിലേറ്റാ പോണെന്ന് എന്നോട് ഒന്ന് പറഞ്ഞ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തായാലും തിങ്കളാഴ്ച തൊട്ട് ഞാൻ ജോയിൻ ചെയ്യാം. ശരി ശരി. ഓ, തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യാനോ? അല്ല, എന്താ നിന്റെ പരിപാടി? കല്യാണത്തിന് മുമ്പ് ഞാൻ ജോലിക്ക് പോയതാ. എൻഗേജ്മെന്റിന് വന്നപ്പോഴും ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചതാ. അപ്പൊ നിങ്ങളൊക്കെയാ പിന്നീട് നോക്കാന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ 6 മാസമായി. ഇനി എന്തായാലും വീട്ടിലിരുന്നാൽ ശരിയാവില്ല. ഞാൻ തിങ്കളാഴ്ച തൊട്ട് പോവുക. ഓ, അപ്പൊ നീ എന്നോട് ചോദിക്കാണ്ട് തീരുമാനം എടുക്കാനൊക്കെ ആയോ? എടി, ഈ നാട്ടിലെ പ്രൈവറ്റ് ജോലിക്ക് പോയി നിനക്ക് എന്ത് കിട്ടാനടി? 10,000-15,000? ഈ വീട്ടില് 2 പട്ടിയല്ലേ? അവർക്ക് 1 മാസത്തെ ഭക്ഷണത്തിന് കഴിയില്ല നിന്റെ ശമ്പളം. അയാളുടെ ഒരു ജോലി. നിങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ പോകുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നിനക്ക് എന്താവശ്യടി? തിന്നാനും കുടിക്കാനും 3 നേരം നല്ല ഭക്ഷണം കിട്ടുന്നില്ലേ? അല്ല, നിന്റെ വീട്ടിൽ പോലെ കഞ്ഞിയും പയറുന്നല്ലോ. അതുകൊണ്ട് മോള് അതൊക്കെ തിന്നിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി. ഒരു ജോലിക്ക് നീ പോണ്ട. നിങ്ങളുടെ ഔദാര്യത്തിലൊന്നുമല്ല ഞാൻ കഴിയുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. പുറമെ ഒരാളിനെ വെച്ച് നോക്ക്, എത്ര പൈസ എണ്ണി കൊടുക്കണം മറ്റാ. എന്തായാലും ലാഭം നിങ്ങക്ക് തന്നെയാ. ഔദാര്യത്തിന്റെ കണക്ക് പറയാൻ നിൽക്കുന്നത്. ഓ, അപ്പൊ അതാണ് നിന്റെ കണക്ക് കൂടലല്ലേ? പൊന്നു മോളെ, മര്യാദക്ക് പറയാണ്. നീ അറ്റ ഇവിടുന്ന് പണിക്ക് പോയിട്ടേ പിന്നെ ഈ വീട്ടിൽ ഞാൻ കഴിയില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അടിമനെ പോലെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തു പോകുന്ന തന്നെയാ. അത് ഞാൻ എന്നോ തീരുമാനിച്ച കാര്യ. അപ്പൊ നീ മനഃപൂർവ്വം എന്നെ നാണം കെടുത്താനുള്ള പരിപാടിയാണല്ലേ? അല്ലടി, ഇവിടെ ഞാൻ നിന്നെ ഇറക്കി വിട്ടാലേ ആ ഗതിയില്ലാത്ത തന്നീ നണി നിന്നെ വീട്ടിൽ കയറ്റി തോന്നുന്നുണ്ടാ? നീ വീണ്ടും കരഞ്ഞ് കാല് പിടിച്ച് ഇങ്ങോട്ട് തന്നെ വരും. മോളെ, അങ്ങനെയൊക്കെ സംഭവിച്ചാ പിന്നെ ഇപ്പൊ നിന്നോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ. 7-ാം ക്ലാസ് തൊട്ട് ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് തുടങ്ങിയതാ. +2 ആയപ്പോ പാർട്ട് ടൈം ജോലിക്കും പോയി തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരൊറ്റ ആളിനെ ആശ്രയിക്കേണ്ട ഞാൻ ജീവിക്കണത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ വീട്ടുകാരെ ഇറക്കി വിട്ടാലും കരഞ്ഞും കണ്ണീരൊഴുക്കി ഞാൻ ഇങ്ങോട്ട് വരില്ല. ഒറ്റയ്ക്ക് ജീവിച്ചു കാണിക്കും. അതിനുള്ള തന്റേടും എനിക്കുണ്ട്. അപ്പൊ നീ എന്നോട് ഡിവോഴ്സും മേടിച്ച് ആ കോമ്പൻസേഷൻ കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാനായിരിക്കും പരിപാടി അല്ലേ? പൈസക്കേ ഞങ്ങൾക്ക് കുറവുള്ളൂ, അല്ലാണ്ട് അഭിമാനത്തിനല്ല. ഇനിയിപ്പൊ തെരുവിലിറങ്ങി പിച്ചെടുത്താലും നിങ്ങളുടെ പൈസക്ക് വേണ്ടി ഈ വീട്ടിലേക്ക് ഞാൻ വരില്ല. എന്റെ സേട്ടു, നിങ്ങളെ പറ്റി ഞാൻ എവിടെയും പോവില്ല. നിങ്ങൾക്കുള്ള ലോഡ് ഞാൻ അയച്ചതല്ലേ? ആ ലോറി മറിയത് നിങ്ങൾ പേപ്പറിൽ വായിച്ചാണല്ലോ. അതിന്റെ ഇൻഷുറൻസ് കിട്ടിക്കോട്ടെ. നിങ്ങളുടെ മുഴുവൻ എമൗണ്ട് ഞാൻ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് മനസ്സമാനം തരും നിങ്ങള്. അത് ഫുഡ് ഓർഡർ ചെയ്തിട്ട് എത്ര നേരമായിടോ? അവിടെ വെച്ചേ
എത്ര പൈസയാ? 370. നീയാ? എനിക്ക് അപ്പോഴേ തോന്നിയടി നീ ഒരു ഗതിയും പിടിക്കാണ്ട് നടക്കുന്നതാണ്. നിന്റെ വീട്ടുകാരെ ഇറക്കി വിട്ടപ്പോ ഞാൻ പറഞ്ഞതല്ലേ ഒരു പട്ടീനെ പോലെ ഇവിടെ വന്ന്. അപ്പൊ നിനക്കല്ലായിരുന്നു ഈ അഹങ്കാരം ഡിവോഴ്സ് വേണമെന്ന്. ഇപ്പൊ എന്താടി? ഞാൻ അന്നേ പറഞ്ഞത് കേട്ടാണെങ്കിൽ 3 നേരം മര്യാദക്ക് തിന്നിട്ട് ഇവിടെ ഇരുന്നൂടായിരുന്നോ നിനക്ക്? നിന്റെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ അന്തസ്സുണ്ടടാ ഇപ്പൊ ചെയ്യുന്ന ഈ തൊഴിലിന്. വേഗം പേയ്മെന്റ് ചെയ്യ്, എനിക്ക് ഓർഡർ ഉള്ളതാ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു. ഞാനും നിന്റെ വീട്ടുകാരും കൈവിട്ടപ്പോ നീ പോയി ആത്മഹത്യ ചെയ്യുന്ന ഞാൻ വിചാരിച്ചേ. ജീവിച്ച് കാണിക്കുന്നുണ്ടല്ലോ. എന്തേലും പ്രശ്നം വരുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം കളയാൻ മാത്രം അത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല ഞാൻ. ആ സർ, ഒരു 10 മിനിറ്റ്. ഓക്കെ ഓക്കെ. എന്റെ അണ്ണാച്ചി 25 ലക്ഷം അല്ലേ? അതുകൊണ്ട് ഞാൻ നാട് വീടില്ല, നിനക്ക് തരാം ഞാൻ.